ആകാശവാണി. നമസ്കാരം. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും ഉൾപ്പെടെ 88 സീറ്റുകളിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 7-ന് പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ മിക്കയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. സംസ്ഥാനത്ത് വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ മിക്കയിടങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ്. 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മിക്ക മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. രാവിലെ 6-ന് മോക്ക് പോളിംഗിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ബദൽ യന്ത്രങ്ങൾ ക്രമീകരിച്ച് വോട്ടെടുപ്പ് ആരംഭിച്ചു. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. രാജ്യം ഉറ്റുനോക്കിയ പോരാട്ടത്തിന് വേദിയായ തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ കനത്ത പോളിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട് ചേരുന്നു. റജു, കേൾക്കാമെങ്കിൽ? റജു, പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണുള്ളത്. രാവിലെ 9:15 വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ 12.4%, ആറ്റിങ്ങലിൽ 13.29% പോളിംഗ്. ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. നെടുമങ്ങാട് പനവൂർ LPSലും നെയ്യാറ്റിങ്ങര ആറാലുമൂട്ടിലും മൺവിള കാട്ടിൽ സ്കൂളിലുമാണ് വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത്. പിന്നീട് ഇവിടങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ടിംഗ് തുടർന്നു. രജു, 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ തന്നെയാണോ വോട്ട്? ഇവർ വോട്ട് രേഖപ്പെടുത്തിയോ? ഇതിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന് മാത്രമാണ് തിരുവനന്തപുരത്ത് വോട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രാവിലെ വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ കണ്ണൂരിൽ രാവിലെ വോട്ട് ചെയ്തു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ബംഗളൂരുവിലാണ് വോട്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് അടൂരിലാണ് വോട്ട്. LDF സ്ഥാനാർത്ഥി വി ജോയി മണ്ഡലത്തിൽ തന്നെയായിരുന്നു വോട്ട്. പെരുങ്കുഴിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ഉള്ളൂരിലെ കൊട്ടാരം ബൂത്തിലാണ് വോട്ട് ചെയ്തത്. വിവരങ്ങളുമായി ചേർന്നത് റജു കോലിയക്കോട്. സംസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടുണ്ട്. രാവിലെ 9 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 11.98% പോളിംഗ്. 20 മണ്ഡലങ്ങളിലെയും ആദ്യ പോളിംഗ് ശതമാനം. തിരുവനന്തപുരം 10.37%, ആറ്റിങ്ങൽ 11.83%, കൊല്ലം 10.45%, മാവേലിക്കര 12.94%, പത്തനംതിട്ട 11.37%, ആലപ്പുഴ 13.63%, കോട്ടയം 12.79%, എറണാകുളം 11.44%, ഇടുക്കി 11.85%, ചാലക്കുടി 13.13%, തൃശൂർ 12.71%, പാലക്കാട് 13.57%, ആലത്തൂർ 11.91%, മലപ്പുറം 11.17%, പൊന്നാനി 10.47%, കോഴിക്കോട് 12.22%, വടകര 10.14%, വയനാട് 12.86%, കണ്ണൂർ 12.81%, കാസർഗോഡ് 12.10% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയായ ശക്തന്റെ തട്ടകത്തിലും വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മെച്ചപ്പെട്ട പോളിംഗ്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കേൾക്കാമെങ്കിൽ? ഭരിത, പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ജില്ലയിൽ രാവിലെ കൃത്യം 7 മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. ജില്ലയിൽ ഏതാണ്ട് ഇപ്പോൾ 3 മണിക്കൂറോളം വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ഒടുവിൽ റിപ്പോർട്ട് ലഭിച്ചതനുസരിച്ച് 16.22% വോട്ടിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ഓരോ പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നീണ്ട നിര തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത പോളിംഗ് ആണ് ഇതുവരെ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കേരളം ഉറ്റുനോക്കുന്ന ഒരു ത്രികോണ മത്സരത്തിന് വേദിയായ തൃശൂരിലെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. മണിക്കൂറുകൾ കാത്തുനിന്നാണ് സ്ഥാനാർത്ഥികൾ പലരും വോട്ട് രേഖപ്പെടുത്തിയത്. തൃശൂരിൽ മണ്ണുത്തിയിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്യാനെത്തിയത്. അതുപോലെ VS സുനിൽകുമാറും കുടുംബവും അന്തിക്കാട് മുട്ടിച്ചൂർ സ്കൂളിലാണ് എത്തിച്ചേർന്നത്. 1.5 മണിക്കൂറോളം ക്യൂ നിന്നാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തിരുവനന്തപുരത്താണ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയത്. ഇനി ചാലക്കുടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ അങ്കമാലിയിലും NDA സ്ഥാനാർത്ഥി K ഉണ്ണികൃഷ്ണൻ ചാലക്കുടിയിലും LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലെ ബൂത്തിലും എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങളുമായി ചേർന്നത് ഭരിത പ്രതാപ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനവും ലഭ്യമായിട്ടുണ്ട്. 9 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഉത്തർപ്രദേശ് 11.67%, കർണാടക 9.21%, പശ്ചിമബംഗാൾ 15.68%, അസം 9.15%, ബീഹാർ 9.65%, ഛത്തീസ്ഗഡ് 15.41%, രാജസ്ഥാൻ 11.77%, മഹാരാഷ്ട്ര 7.45%, ജമ്മു കാശ്മീർ 10.39%, ത്രിപുര 16.65%, മണിപ്പൂർ 14.80% എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം.
പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.